പിറ്റേ ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവനെ പതുക്കെ ഒരാളെ വിട്ട് വിളിപ്പിച്ചു. അവൻ വളരെ സന്തോഷത്തോടുകൂടി സാധാരണ വരുന്നത് പോലെ എന്റെ മുന്നിലേക്ക് ഓടി വന്നു. എന്റെ അടുക്ക് ചോദിച്ചു, എന്താ ഉസ്താദെ, എന്തിനാ വിളിപ്പിച്ചതെന്നെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വളരെ പതുക്കെ ഇങ്ങനെ പറഞ്ഞു, മോനെ ഉമ്മായിക്ക് നല്ല സുഖമില്ലെന്നാണ് അറിയുന്നത്. പെട്ടെന്ന് അവൻ എന്നോട് ചോദിച്ചു, ഉസ്താദിന്റെ ഉമ്മായിക്കാണോ? ഞാൻ പറഞ്ഞു, അല്ല, നിന്റെ ഉമ്മായിക്ക് നല്ല സുഖമില്ല എന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട്. അവനാകെ പകച്ചു. കുറച്ചു ദിവസം മുമ്പ് വന്നവനെ മനു കണ്ടിട്ട് ഇന്റർവ്യൂ കണ്ടിട്ട് പോയതാ. അവനെ കാണാൻ വേണ്ടിയിട്ട് അവന്റെ ഉപ്പാക്ക് വരാൻ പറ്റില്ല, വയസ്സ് വളരെ കൂടുതലാണ്. പിന്നെ അവനൊരു ജ്യേഷ്ഠനുള്ളത് കുറച്ച് മാനസിക വിഭ്രാന്തിയുള്ള സഹോദരനാണ്, മറ്റൊരു ജ്യേഷ്ഠനുള്ളത് ഗൾഫിലാണ്. ഈ പാവപ്പെട്ട ഉമ്മ മാത്രം ഇങ്ങനെ യാത്ര ചെയ്ത് നിരവധി തവണ ഞാൻ കണ്ടിട്ടുണ്ട്. അവര് വന്നിട്ട് ആ പാവം സ്ത്രീ ഇപ്പോഴും എന്റെ മുന്നിൽ ഓർമ്മ വരികയാ, അവരുടെ മുഖം. അവര് വന്നാൽ അവന് വേണ്ടി കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന സോപ്പോ എണ്ണയോ സാധനങ്ങളോ ബിസ്ക്കറ്റോ കൊണ്ട് കൊടുത്തിട്ട് ഒരു മൂലയിൽ ഇങ്ങനെ മാറിയിട്ട് അവനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിന്ന് കരയലാണ് ആ പ്രിയപ്പെട്ട മാതാവ്. ആ മാതാവാണിപ്പോൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് തീപിടുത്തത്തിൽ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്, മെസ്സേജ് വന്നിരിക്കുന്നത്. ഞാൻ വളരെ വേദനയോടുകൂടി സുഖമില്ല എന്ന് മാത്രം പറഞ്ഞു ധരിപ്പിച്ചു. പക്ഷെ അവന് തോന്നി ഇങ്ങനെ സുഖമില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് വിളിക്കൂലല്ലോ, ടെലഗ്രാം വന്നെന്ന് പറയൂലല്ലോ. അപ്പൊ എന്തോ കാര്യമുണ്ടെന്ന് അവൻ ഇങ്ങനെ ആശങ്കയോടെ പറയുസ്താതെ, എന്താ പറ്റിയത് എന്താ പറ്റിയത് എന്താ പറ്റിയതെന്ന് ചോദിച്ച് ഞാൻ വളരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പതുക്കെ 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 ചെറിയ തോതിൽ അവനോട് വിവരം മരിച്ചു എന്ന് പറയാതെ ആശുപത്രിയിലാണ്, വളരെ സീരിയസ് ആയിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞ് ധരിപ്പിച്ചു. എന്താ സംഭവിച്ചത് പറയാൻ വേണ്ടിയാ ഞാനിത് പറയുന്നത്. എന്താണുണ്ടായതെന്നറിയുമോ? ബഹുമാന്യരായ എന്റെ സുഹൃത്തുക്കൾ, സഹോദരന്മാരറിയണം, ആ പ്രിയപ്പെട്ട മാതാവ് ഒരു ചെറിയ വീട്ടിലാണ് അവര് താമസിക്കുന്നത്. ഈ ഉമർ എന്ന് പറയുന്ന സഹോദരന്റെ ജ്യേഷ്ഠൻ ഒരു അല്പം മാനസിക വിഭ്രാന്തിയുള്ള സഹോദരനാണ്. ആ സഹോദരൻ മാനസിക വിഭ്രാന്തിയുള്ള ആ സഹോദരന് മൊത്താണ് താമസിക്കുന്നത്. ആ ദിവസങ്ങളിൽ അയാൾക്ക് കുറച്ച് മാനസിക വിഭ്രാന്തി കൂടിയ സമയമായിരുന്നു. ഈ മാനസിക വിഭ്രാന്തി കൂടിയ സമയമാകുമ്പോൾ ഇയാൾ ഉമ്മായുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഉമ്മ മകനല്ലേ, അതൊന്നും മൈൻഡ് ചെയ്യാതെ അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, അവന് വെള്ളമുണ്ടാക്കി കൊടുക്കും, അവന്റെ തുണി കഴുകി കൊടുക്കും, അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകും. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഉമ്മയാണ്. ഒരു ദിവസം അതാ വീടിന്റെ ഭാഗത്ത് സൈഡിലുള്ള ഒരു മുരിങ്ങ മരത്തിൽ നിന്ന് മുരിങ്ങക്കായ പറിക്കാൻ വേണ്ടി ഉമ്മ ഒരു തോട്ടി കൊണ്ട് ഒരു സ്റ്റൂളിട്ട് കയറി നിന്നിട്ട് അതിന്റെ പുറത്തുനിന്ന് ഇങ്ങനെ മുരിങ്ങക്കായ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റൂളിന്റെ പുറത്ത് നിന്നിട്ട് ഇവൻ എന്താ ചെയ്തതെന്നറിയുമോ? വീട്ടിൽ നേരത്തെ സൂക്ഷിച്ചു വെച്ചിരുന്ന കുറച്ച് പെട്രോൾ ഉണ്ടായിരുന്നു. ആ പ്രിയപ്പെട്ട ഉമ്മ നിൽക്കുന്ന ആ സ്ഥലത്ത് കൊണ്ടുവന്ന് ഈ പെട്രോൾ കൊണ്ട് ഉമ്മാടെ ദേഹത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു. ഉമ്മായിക്ക് ആ സ്റ്റൂളിൽ നിന്ന് ചാടി ഇറങ്ങാൻ കഴിയുന്നതിന് മുമ്പ്, എന്റെ സഹോദരന്മാരറിയണം, ആ സ്റ്റൂളിൽ നിന്ന് ചാടി ഇറങ്ങാൻ കഴിയുന്നതിന് മുമ്പ് തീപ്പെട്ടി ഉരച്ച ആ മാതാവിന്റെ ദേഹത്തേക്ക് അവൻ എറിഞ്ഞു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ബാക്കിയുള്ള പെട്രോൾ വീട്ടിലൊഴിച്ചു, വീടിന് പുറത്തൊഴിച്ചു, വീടിലേക്കും തീപ്പെട്ടി ഉരച്ചിട്ടു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ പ്രിയപ്പെട്ട ഉമ്മ ശരീരം വേവുന്ന അവസ്ഥയിൽ ചാടിയിറങ്ങുകയാ. ശരീരം വെന്തുകൊണ്ടിരിക്കുന്ന ആ പ്രിയപ്പെട്ട മാതാവ് ചാടിയിറങ്ങിയിട്ട് അടുത്ത വീട്ടിലേക്ക് ഓടിപ്പോവുകയായി. വെന്തുകൊണ്ടിരിക്കുന്ന ശരീരത്തോടെ അവരെന്താണ് ഈ ഓടിപ്പോകുമ്പോൾ പറഞ്ഞതെന്നും ഓർക്കണേ. ആ പ്രിയപ്പെട്ട മാതാവ് അങ്ങോട്ട് ഓടിപ്പോകുമ്പോൾ അയലത്ത് വീട്ടുകാർ ഓടി വന്നവരോട് പറഞ്ഞത്, എന്റെ ദേഹത്തൽപ്പം വെള്ളം ഒഴിക്കൂ, എന്റെ ശരീരത്ത് കുറച്ച് മണ്ണ് വാരിയിടൂ, എങ്ങനെങ്കിലും എന്നെ രക്ഷിക്കൂ എന്നല്ല പറഞ്ഞത്. ആ ഉമ്മ പറഞ്ഞത്, എന്റെ പൊന്നുമോൻ അകത്തോട്ട് കയറിപ്പോയിട്ടുണ്ട്, അവൻ വീടിന് തീ വെച്ചിട്ട് വീടിനകത്തോട്ട് കയറിയിരിക്കുക, അവന്റെ ദേഹത്ത് തീ പിടിക്കും, നിങ്ങളൊന്ന് പോയി രക്ഷപ്പെടുത്തണേ, അവനെ പോയെന്ന് രക്ഷപ്പെടുത്തണേ എന്ന് വിളിച്ചു കൂവിക്കൊണ്ട് ആ പ്രിയപ്പെട്ട മാതാവ് ഇഞ്ചിഞ്ചായി കരിഞ്ഞ് ചാമ്പലായി പോയി. സഹോദരന്മാരെ, അപ്പോഴും അവര് പറഞ്ഞത് തന്റെ മോനെ രക്ഷിക്കാൻ വേണ്ടിയാ. മനോരോഗിയായ മോനാ, ആ മോനാണ് പെട്രോൾ ദേഹത്തൊഴിച്ച് കത്തിച്ചത്. പക്ഷേ ആ മോനോടൊരു കാലുഷ്യവുമില്ല, ഒരു വിരോധവുമില്ല, ഒരു എതിർപ്പുമില്ല, വെറുപ്പുമില്ല എന്ന് മാത്രമല്ല, ആ പൊന്നുമോനെ രക്ഷിക്കാനാ വിളിച്ചു പറയുന്നത്, എന്റെ മോനെ രക്ഷിക്കണേ, എന്റെ മോനെ രക്ഷിക്കണേ, അങ്ങോട്ടൊന്ന് പോണേ, വീട്ടിലേക്കൊന്ന് പോ, അവനെ ഒന്ന് രക്ഷപ്പെടുത്തുക എന്ന് ആ മാതാവ് വിളിച്ചു പറയുന്നത്. ഇതാണ് മാതാവിന്റെ സ്നേഹം, ഇതാണ് മാതാവിന്റെ സ്നേഹം. എവിടെന്നെങ്കിലും ഒരു കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ ഉമ്മായും വേണ്ട, പാപ്പായും വേണ്ട, വീടും വേണ്ട, അവരുടെ കാര്യവും നോക്കണ്ട, പിന്നെ താനും തന്റെ പൊണ്ടാട്ടിയും തങ്ങളുടെ തട്ടാനും, സ്വർണ്ണം ഉണ്ടാക്കുന്ന തട്ടാന് പൊണ്ടാട്ടി, അതുവരെ മാർക്കറ്റിൽ പോയാ ഉമ്മയുടെ കാര്യം ഓർക്കും, പിന്നെ മാർക്കറ്റിൽ പോയാ ഭാര്യയുടെ കാര്യം മാത്രമേ ഓർക്കുള്ളൂ. ഇത് കേൾക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരായ സഹോദരിമാർക്ക് വിഷമം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. പക്ഷെ നാളെ നിങ്ങൾ ഉമ്മമാരാകേണ്ടവരാണ്, അതുകൊണ്ട് വിഷമിക്കണ്ട. ഇപ്പോഴല്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഈ പറയുന്നതിന്റെ ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും, അതുകൊണ്ട് വിഷമിക്കണ്ട. ഉമ്മായെ പിന്നെ വേണ്ട, ഉമ്മാടെ പ്രശ്നം പിന്നെ ശ്രദ്ധിക്കുന്നില്ല,
ഉമ്മായുമായിട്ട് പിന്നെ ഉമ്മാടെ കാര്യങ്ങൾക്കോ ഉമ്മാടെ രോഗങ്ങൾക്കോ വിഷയങ്ങൾക്കോ ഒന്നും പ്രശ്നമല്ല. പിന്നെ ഭാര്യ പറഞ്ഞു കുറച്ചാൾ കഴിയുമ്പോൾ അവൾക്ക് ഒറ്റയ്ക്ക് താമസിക്കണമെന്ന് പറയും. അപ്പൊ വീട് വാടകയ്ക്ക് എടുക്കും, പിന്നെ വീട് വെക്കും, പിന്നെ കാര്യങ്ങളൊക്കെ ഭാര്യയുമായിട്ട് മാത്രം. ഉമ്മാക്ക് പിന്നെ റോളുമില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ മാതാപിതാക്കളെ പറ്റിയുള്ള ഇസ്ലാമിന്റെ വീക്ഷണത്തെ പറ്റി സുദീർഘമായി പ്രസംഗിക്കേണ്ടി വരും. പക്ഷേ ഞാൻ എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മാതാവിന് തന്റെ കുഞ്ഞിനോടുള്ള, മകനോടുള്ള, മകളോടുള്ള സ്നേഹത്തിന് തുല്യമായി ഈ ഭൂമിയിൽ മറ്റൊരു സ്നേഹവുമില്ല എന്ന് നാം മനസ്സിലാക്കണം. എന്നാൽ ആ മാതാവിന് തന്റെ പ്രിയപ്പെട്ട മക്കളോട് എന്ത് സ്നേഹമാണോ ഉള്ളത്, അതിന്റെ 70 ഇരട്ടി സ്നേഹം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് അവന്റെ അടിമയോടുണ്ടെന്ന് പഠിപ്പിച്ചത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ.